ഹായ് ഗായ്സ്. സോ ഇന്ന് ഒരു ചായയായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ചായ കുടിച്ച ഉടനെ നമ്മൾ പുറത്ത് പോയിട്ട് മിറ്റടിക്കേണ്ടായിരുന്നു. മിറ്റടിക്കുന്നതിന് മുന്നേ ആയിട്ട് വെള്ളം അടിക്കുകയാണ്. വെള്ളം അടിക്കണമെന്ന് ഉദ്ദേശിച്ചത് മുറ്റത്ത് വെള്ളം തെളിക്കുക. ഓക്കെ, നല്ലോണം മണ്ണും ഇലയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെന്ന് പറയുമ്പോൾ റോഡല്ല, അപ്പോൾ നല്ലോണം മണ്ണ് വരാറുണ്ട് കേട്ടോ. അതിനുശേഷം നല്ല വിശപ്പ് വന്നു. അപ്പവും മുട്ടക്കറിയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിച്ചു. പിന്നെ നേരെ പോയിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നെല്ലിക്ക ഉപ്പിലിടാൻ പോവാണ്. ഉപ്പിലിടാനായിട്ട് നമുക്ക് വെള്ളം വേണം. വെള്ളം നമ്മൾ എടുക്കുന്നത് കിണറിൽ നിന്നാണ്. അപ്പോൾ ബക്കറ്റ് ഇട്ടിട്ട് അതിന് വെള്ളം നല്ലോണം അടിച്ചെടുക്കണം. അടിച്ചെടുത്തില്ലെങ്കിൽ എന്താണ്, നമുക്ക് മേലെയുള്ള പൊടിയുള്ള വെള്ളം വരും. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ പൊടിയൊന്നും വരില്ല. അതുകൊണ്ട് ഞാൻ ഒരു 3-4 വട്ടം വെള്ളം അടിക്കുകയാണ് കേട്ടോ. അടിച്ചതിന് ശേഷം മേലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നേരെ അതിനെ ടബിലേക്ക് ഒഴിക്കുകയാണ്. ടബിൽ ഒഴിച്ചിട്ട് ഓട്ടയുള്ള പാത്രം വെച്ചിട്ട് അതിൽ കഴുകുകയാണ്. ഇങ്ങനെ കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് കുളത്തിൽ നമ്മളൊരു എന്തെങ്കിലും കഴുകുന്നൊരു ഫീല് വരില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ട് വന്നിട്ട് ഇഷു അവനും കഴുകണം എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ കഴുകുക പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അവൻ അപ്പോഴേക്കും കയ്യിൽ ഇതിൽ വെള്ളം ഇടുന്നുണ്ട്, നെല്ലിക്ക എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഇപ്പം നെല്ലിക്ക കൊടുത്തു കഴിഞ്ഞാൽ അവനിത് കഴിച്ചിട്ട് ഈ ഇഞ്ചി അടിച്ച് കുരങ്ങിനുണ്ടാവില്ലേ, അതുപോലത്തെ മുഖത്തിൻ്റെ ഫേസ് എക്സ്പ്രഷൻ ഇടും. അതുകൊണ്ട് ഞാൻ അവനത് കൊടുക്കാറില്ല. അപ്പോൾ ഉപ്പിലിട്ട് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അവനത് കഴിക്കുകയും ചെയ്യും. നെല്ലിക്ക കഴിക്കുന്നത് നല്ലതുമാണല്ലോ എപ്പോഴെങ്കിലുമൊക്കെ. അപ്പോൾ അങ്ങനെ കൊടുക്കാനാണ് ഞാൻ ഇപ്പോഴും ശ്രമിക്കാറ്. അപ്പോൾ അത് കൊടുക്കുകയാണ്. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞു. അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ എണീറ്റ ഉടനെ ചുവരി കഴുകിയിട്ട് നന്നായി പൊടിയൊക്കെ പോയതിന് ശേഷം അത് 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം അത് നന്നായിട്ട് അത് പൊടിഞ്ഞു പോണ പോലെ ഉണ്ടായിരുന്നു. ആ കട്ട ഭാഗം അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സർപ്രൈസ് ആവുന്നൊരു കാര്യമായിരിക്കും. അത് ഇവിടെ അങ്ങനെ പൊതുവെ എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു. ആ സമയത്ത് ഞാനിത് കുറേ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നോർത്തിലിരിക്കുന്ന ടൈമിൽ അവിടെയാണിത് കൂടുതലും ആൾക്കാരൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതും വളരെ കോമൺ ആയിട്ടുള്ള സാധനമാണിത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത് അധികം കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അധികം അറിയാത്തത്. പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ചാനലിലിടാം. അപ്പോൾ അത് ആറാൻ വെച്ചിട്ട് നമുക്ക് കുളിക്കാൻ പോവാണ്. ഈ എണ്ണ വെച്ചിട്ട് കുളിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഈ ആയുർവേദത്തിൻ്റെ എണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഇതുകൊണ്ട് നമുക്ക് മുടിയൊന്നും വളരില്ല. പക്ഷേ ഇത് ഇടുന്ന ടൈമിൽ നല്ലൊരു റിലീഫും പിന്നെ നീരിറങ്ങാതിരിക്കാൻ നല്ലൊരു എണ്ണയാണ് കേട്ടോ. അപ്പോൾ എനിക്കത് പറഞ്ഞിട്ടാണ് ഈ ഡോക്ടർ തന്നത്. കാരണം എനിക്ക് ഈ നീരിറങ്ങുന്നതിൻ്റെ നല്ലോണം പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എണ്ണ ഇട്ടതിന് ശേഷം എനിക്ക് കുളിക്കുമ്പോൾ അധികം പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് ഞാൻ കുറച്ച് നേരം വെയിലത്ത് നിന്നു മസാജ് ചെയ്തിട്ട് അപ്പോൾ നല്ലൊരു സുഖം കിട്ടില്ലേ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നിൽക്കുന്നത്. എനിക്കിത് പിന്നെ എപ്പോഴും നമുക്കങ്ങനെ ടൈം കിട്ടാറില്ല. അപ്പോൾ ടൈം കിട്ടുമ്പോൾ അങ്ങനെ നിന്നു. അതിന് ശേഷം ബോഡി റോളോൺ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൽ ആറിന് ശേഷം ഇതിൽ കുറച്ച് ജീരകം ഇട്ടു കേട്ടോ. ജീരകം നമുക്ക് വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട. ഓക്കെ, സോ ഞാൻ ജീരകം ഇടാറുണ്ട്, എനിക്കിഷ്ടമാണത്. അപ്പോൾ അതിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നന്നായി ആറിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ കൺസിസ്റ്റൻസിയാണ് നമുക്കിത് വേണ്ടത്. ഇതെല്ലാം ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഇടാം. അപ്പോൾ നമുക്ക് വെയിലത്ത് പോയിട്ട് നല്ലൊരു ഷീറ്റ് വരച്ചതിന് ശേഷം എണ്ണയൊക്കെ പുരട്ടി നന്നായിട്ട് എല്ലാവിടെയും ആക്കണം കേട്ടോ. എല്ലാവിടെയും ആക്കിയതിന് ശേഷം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയില്ലേ എന്താണെന്ന്. ഇത് ചുവരിൻ്റെ പപ്പടമാണ്. സാബുദാന പാപ്പട് എന്നാണ് നോർത്തിലൊക്കെ പറയുക. അപ്പോൾ അതാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ അടപ്പെടുത്തിട്ട് ഇതിന് മേലെ ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഈ ഷേപ്പ് കിട്ടും. അതല്ല എങ്കിൽ എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ട് ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ പപ്പടത്തിൻ്റെ ഷേപ്പാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനത്തെ ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം. അത് സാധാരണ പപ്പടമായിട്ടാണ് ഇത് ഉണ്ടാവാറ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ റൗണ്ട് സ്പൂൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം, വളയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. അപ്പം നമ്മളത് 3-4 ദിവസം വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേ അത് വരുള്ളൂ. അപ്പോഴേക്കും ഞാൻ എന്തായാലും ചാനലിലിടും.
നൈറ്റ് ബസ്മതി റൈസാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമല്ലോ. പിന്നെ ഇത് കടിയാണ്. കടിയും നോർത്ത് ഇന്ത്യൻ കറിയാണ് ഗൈസ്. ഇതായിരിക്കും എനിക്ക് പണ്ട് ഞാൻ ഈ കറി സ്കൂളിൽ കൊണ്ടുപോയത് ഓർമ്മ വന്ന്. എല്ലാവരും എന്നെ ഇതെന്താ പക്കോടയിൽ അല്ല കറിയിൽ പക്കോട ഇട്ടതോ ചോദിച്ചിട്ട് എല്ലാവരും ഇത് അങ്ങനെ ചോദിച്ചു. പക്ഷെ കഴിച്ചപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് കൊണ്ടുവരാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ രാത്രിയത്തെ ഫുഡ് ഇതായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും പിന്നെയും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.